സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. അതേസമയം കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂടോട് ചൂട്. കേരളത്തിൽ വേനൽ കടുക്കുന്നു. ചുട്ടുപൊള്ളി മലയാളികൾ. അസഹനീയമായ രീതിയിൽ ചൂട് വർദ്ധിക്കുകയാണ്. മിക്ക ജില്ലകളിലും താപനില ഉയരുന്ന സാഹചര്യമാണ്. ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഈ ചൂട് തിങ്കളാഴ്ച വരെ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിലുള്ളത്. 12 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട്. താപനില ഇവിടെ 40 ഡിഗ്രി സെൽഷ്യസായി ഉയരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഈ ദിവസങ്ങളിൽ താപനില ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമനുസരിച്ച് ചൂട് ഉയരുമെന്നാണ് പറയുന്നത്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ഈ ജില്ലകളിലെല്ലാം, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഒഴികെ, തിങ്കളാഴ്ച വരെ ചൂട് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അതേസമയം ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും പറയുന്നു. അതേസമയം വെന്തുരുകുന്ന കേരളത്തിന് ആശ്വാസകരമായി അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ടും പ്രഖ്യാപിച്ചു. മലയോര മേഖലയിലടക്കം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽമഴ കടുക്കുമെന്നാണ് അറിയിപ്പ്. അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. കൂടാതെ വരുന്ന മണിക്കൂറിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ വടക്കൻ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ ജില്ലയിലെ ചില പ്രദേശങ്ങളിലും മേഘാവൃതമായ അന്തരീക്ഷം തുടരും. മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.